നൽകുമായിരുന്നു. 4 വർഷം മുമ്പ് അത് പൂഴ്ത്തിവെക്കാതെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് വെച്ചിരുന്നു എങ്കിൽ, സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാർക്കെതിരെ നടപടിയെടുത്തിരുന്നു എങ്കിൽ, കമ്മിറ്റി റിപ്പോർട്ട് വിവരാവകാശത്തിന്റെ പരിധിയിൽ വരാത്ത വിധം വെട്ടിനിരപ്പാക്കിയില്ലായിരുന്നുവെങ്കിൽ, പേജുകളും പല പാരഗ്രാഫുകളും അങ്ങനെ തന്നെ നിലനിർത്തിയിരുന്നുവെങ്കിൽ, എന്റെ ചോദ്യം ഇതാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ വേട്ടക്കാർക്കെതിരെ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇപ്പോഴും ആ റിപ്പോർട്ട് നിങ്ങൾ പൂഴ്ത്തിവെച്ചിരിക്കുകയല്ലേ? മുഴുവനായി അത് പുറത്തുവിടാൻ സർക്കാരിന് താല്പര്യമില്ല. പരസ്പരം സംരക്ഷിക്കാൻ വാണീനും വാണിയത്തെയും കളിയാണ് രണ്ടു കൂട്ടരും കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ഇടതുപക്ഷ സഹയാത്രികരും അല്ലാത്തവരുമായ സിനിമാ മേഖലയിലെ കൂട്ടിക്കൊടുപ്പുകാരെ സംരക്ഷിക്കുന്നതിന്റെ വ്യഗ്രതയിൽ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ നട്ടലുള്ള ഒരു മന്ത്രി പോലും ഇന്ന് കേരളത്തിന്റെ മന്ത്രിപദത്തിലില്ല. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെച്ചത്, സിദ്ദിഖ് രാജിവെച്ചത്? ബംഗാളിൽ നിന്നും ഒരു നടി വരേണ്ടി വന്നു സാംസ്കാരിക മന്ത്രിയുടെ